വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൽ ശരണപ്പെടുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഒന്നാമതായി കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഉത്കണ്ഠ നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സമ്മർദ്ദത്തെ ചെറുക്കുന്നതിന് വിദഗ്ധർ വ്യായാമം, യോഗ, വിറ്റമിനുകൾ, ഏകാന്തത എന്നിവ ശുപാർശ ചെയ്യുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സന്തോഷത്തെക്കുറിച്ചുള്ള കോഴ്സുകൾ ചെയ്യുവാൻ നീണ്ട കാത്തിരിപ്പുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കർത്താവ് നമ്മോട് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടുത്ത വരിയിൽ തന്നെ ഉത്കണ്ഠയ്ക്കുള്ള പ്രതിവിധി അവൻ നമുക്ക് നൽകുന്നു. വിശ്വാസം പുലർത്തുക. മതബോധന ഗ്രന്ഥം 150 ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. വിശ്വാസം ഒന്നാമതായി മനുഷ്യൻ ദൈവത്തോടുള്ള വ്യക്തിപരമായ അനുസരണമാണ്. അതേസമയം വേർതിരിക്കാനാവാത്ത വിധം അത് ദൈവം വെളിപ്പെടുത്തിയ മുഴുവൻ സത്യത്തിനും ഒരു സ്വതന്ത്ര സമ്മതമാണ്. ഉത്കണ്ഠയ്ക്ക് മറുമരുന്നുകളുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ നാം എങ്ങനെ വളരും എന്നതാണ് ചോദ്യം. ഞങ്ങളുടെ മാമോദിസായിൽ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വിത്തുകൾ ലഭിച്ചു. കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാകുന്നതുവരെ നാം വളരുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ അതിൻ്റെ ആരംഭത്തിൽ നിന്ന് പക്വമായ ആത്മീയതയിലേക്ക് നാം പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും വായിക്കാനും പഠിക്കാനും ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം നിരന്തരം ആഴത്തിലാക്കാനും ദിവസവും പ്രാർത്ഥിക്കാനും കൂദാശകൾ പ്രയോജനപ്പെടുത്താനും എല്ലാ ദിവസവും കർത്താവിനോട് അപേക്ഷിച്ചുകൊണ്ടാണ് നാം ഇത് ചെയ്യേണ്ടത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് എന്തിന്? 2, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ നിരവധി വാസസ്ഥലങ്ങളുണ്ട്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു നമുക്ക് നിത്യജീവൻ നേടിത്തന്നു എന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര തത്വം. തിരുവെഴുത്തുകളുടെ ഈ വരികളിൽ യേശു നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൽ ഒരു സ്ഥലമൊരുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഞാൻ എവിടെയാണോ അവിടെ നിങ്ങളും ഇരിക്കും. നാം യേശുവിൻ്റെ ഈ വാക്കുകളെ ധ്യാനിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും സ്വർഗത്തിലെ കാര്യങ്ങളിൽ വസിക്കുന്നതിന് അനുവദിക്കുകയും ചെയ്യുമ്പോൾ എഴുത്തുകാരിയായ ലിൻഡ ഡില്ലോ പറയുന്നതനുസരിച്ച് നാം ഒരു വിശുദ്ധ ശീലം വളർത്തി എടുക്കുകയാണ്. എൻ്റെ ഉത്കണ്ഠാകുലമായ ഹൃദയത്തെ ശാന്തമാക്കുക എന്ന ഒരു തത്വമാകണം അതിൽ ഉള്ളത്. ഒരു ദിവസം യേശുവിൻ്റെ വ്യക്തിത്വവുമായുള്ള ഐക്യത്തെ സന്തോഷപൂർവ്വം പ്രതീക്ഷിക്കുന്നതിന് അനുകൂലമായി നാം നമ്മുടെ ആശങ്കകളെയും ആകുലതകളെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. 3, യേശുവാണ് വഴി. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പ്രഖ്യാപിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ച ചോദ്യം ചോദിച്ചതിന് ദൈവം വിശുദ്ധ തോമസിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. സഭയുടെ കൽപ്പനകളും തത്വങ്ങളും പാലിക്കുന്നതിലൂടെ നാം യേശുവിനെ പിന്തുടരുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനും അന്വേഷിക്കുവാനും ശ്രമിക്കുമ്പോൾ നാം സത്യമായ യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ കൃപയ്ക്കായി യാചിക്കുകയും കൂദാശകൾ പ്രയോജനപ്പെടുത്തുകയും നിത്യമായ ഒരു വീക്ഷണം വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും സ്വർഗത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ യേശുവാണ് ജീവനെന്ന് നാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനായി നാം ഒരു ക്രിസ്തു സംഭാഷണം നടത്തേണ്ടതുണ്ട്. പ്രകാരമാകാം അത്.
കർത്താവെ, സ്വർഗത്തിൽ എനിക്കായി ഒരു സ്ഥലം ഒരുക്കുകയാണെന്ന് അങ്ങ് വ്യക്തമായി വാഗ്ദാനം ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം എങ്ങനെ അസ്വസ്ഥമാകും? അങ്ങാണ് യഥാർത്ഥത്തിൽ വഴിയും സത്യവും ജീവനും. അതിലെ വ്യതിചലനങ്ങളും കഷ്ടപ്പാടുകളും എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് യേശുവിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിപ്പിക്കണമേ. സങ്കീർത്തനം 46:10 പറയുന്നത് പോലെ, എൻ്റെ പ്രാർത്ഥനയിൽ നിശ്ചലനായിരിക്കാനും നീ ദൈവമാണെന്ന് അറിയാനും എന്നെ സഹായിക്കുക എന്ന്. എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എൻ്റെ പക്കൽ അങ്ങ് നൽകിയിട്ടുള്ള ഈ ആത്മീയ സമയത്തെ അങ്ങ് പരിപോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.